ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ചില കാര്യങ്ങളൊക്കെ യാദൃച്ഛികമാണ്. ഒരു വേദിയിൽ ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ആയിരുന്ന എന്നെ അവിടുന്ന് വിളിച്ചുകൊണ്ട് വന്നാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഏതായാലും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ കുർബാന പോലെ 2.5 മണിക്കൂറൊന്നും ഞാൻ എടുക്കില്ല. ജോമോൻ ബഥനി ആശ്രമത്തിൽ കിട്ടിയ ആ സ്വീകരണത്തെ ഞാനും നന്ദിയോടെ ഓർക്കുകയാണ്. ആ സഭയുടെ ഒരംഗമാണ് ഞാൻ. ഇന്ന് ഞങ്ങൾക്ക് പുതിയൊരു അപ്പസ്റ്റോലിക് വിസിറ്റേറ്റർ ചാർജ് എടുത്തു. ആ ഫംഗ്ഷന് പങ്കെടുക്കാനായിട്ടാണ് ഞാൻ വന്നത്. ഏതായാലും ഇവിടെ നിങ്ങൾ കൂടിയിരിക്കുന്നത് പാട്ടുകൾ, കാരോൾ ഗാന മത്സരങ്ങൾ, നറുക്കെടുപ്പ്, ഇതൊക്കെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട്, ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഒരു നറുക്കെടുപ്പ് ഞാനിപ്പോൾ കണ്ടു. സത്യത്തിൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് തോന്നുന്നത് നമുക്ക് ഭാഗ്യം കിട്ടിയ ദിവസമാണ്. ഇവിടെ എഴുതി വച്ചിരിക്കുന്ന കണ്ടു, ജോയ് ടു ദ വേൾഡ്. ഈ ലോകത്തിന് സന്തോഷത്തിൻ്റെ സൗഭാഗ്യം കിട്ടിയ ദിവസത്തിൻ്റെ പേരാണ് ക്രിസ്മസ്. എന്നെ ഇത്ര അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു സെലിബ്രേഷൻ ഈ ലോകത്തില്ല. ഈ ക്രിസ്മസ് കാലം ലോകം മുഴുവനും അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. പ്രകാശത്തിൽ, സന്തോഷത്തിൽ, ഗാനങ്ങളാൽ. അങ്ങനെ ലോകം മുഴുവനും ഒരുങ്ങുന്ന മറ്റൊരു കാലവുമില്ല. പ്രകൃതി പോലും അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുന്നതായിട്ടാണ് നാം കാണുക. ദൈവത്തിൻ്റെ പൈതലിനെ വരവേൽക്കാൻ മനുഷ്യരും പ്രകൃതിയും എല്ലാം ഒരുങ്ങുന്ന സന്തോഷത്തിൻ്റെ ഒരു കാലം, മനുഷ്യന് ഭാഗ്യം കിട്ടിയ ഒരു കാലം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന് പേരെന്താ വിളിക്കുക? എമ്മാനുവൽ, ഗോഡ് വിത്ത് അസ്. നമ്മോടൊപ്പമായിരിക്കാൻ, നമുക്ക് രക്ഷ പ്രദാനം ചെയ്യാൻ, നമുക്ക് പ്രകാശം നൽകാൻ സ്വർഗത്തിൽ അദൃശ്യനായവൻ ഈ ഭൂമിയിൽ ദൃശ്യനായി ഇറങ്ങി വന്നു. ഇതാണ് ക്രിസ്മസിൻ്റെ സാരാംശം. നമുക്ക് ഭാഗ്യം നൽകാൻ, സന്തോഷം നൽകാൻ അദൃശ്യനായിരുന്ന ദൈവം ഒരു പൈതലായി വന്ന് പിറക്കുന്നു. ആ സന്തോഷമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇതിൻ്റെ ആത്മീയമായ 1-2 കാര്യങ്ങൾ മാത്രം വളരെ പെട്ടെന്ന് പറഞ്ഞവസാനിപ്പിക്കാം. ഇംഗ്ലീഷിൽ 2 വാക്കുകളുണ്ട്, അഷെൻഡിങ് ആൻഡ് ഡിഷെൻഡിങ്. ഒന്ന് മുകളിലേക്ക് പോകുന്നു, മറ്റ് താഴേക്ക് വരുന്നു. ഈ 2 വാക്കും ദൈവശാസ്ത്രപരമായി വളരെ അർത്ഥമുള്ളതാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ സർവശക്തനായ ദൈവം താഴേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് വെളിപ്പെടുത്തുക. ഡിഷെൻഡിങ്, വലിയവനായിരുന്നവൻ ഈ ഭൂമിയിലേക്ക് ഒന്നുമല്ലാത്തവനായി ഇറങ്ങി വരുന്നു. ഇത് സത്യത്തിൽ വിസ്മയമാണ്. മനുഷ്യൻ്റെ സ്വരൂപവും സ്വീകരിച്ച് ദൈവം മനുഷ്യനായി ഇറങ്ങി വരുന്നു. മനുഷ്യനോട് ഒത്തു നടക്കാൻ, മനുഷ്യനോട് ഒത്തു ജീവിക്കാൻ, അവൻ്റെ വൈകാരിക ഭാവങ്ങളെ സ്പർശിക്കാൻ, അവൻ്റെ ജീവിതങ്ങളെ സ്പർശിക്കാൻ എമ്മാനുവേലായി, ഗോഡ് വിത്ത് us ആയി അവൻ എത്തിയിരിക്കുക. അതാണ് ക്രിസ്മസിൻ്റെ ഒന്നാമത്തെ ഒരു ചിന്ത. താഴേക്ക് ഇറങ്ങി വരുന്നു, മുകളിലേക്ക് പോകുന്നതല്ല, താഴേക്ക് ഇറങ്ങി വന്ന് നമ്മെ മുകളിലേക്ക്, ആ സൗഭാഗ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുക. അതാണ് ദൈവികമായ ഇടപെടലിൻ്റെ ഒരു ഭാവം. 2, പുൽക്കൂട് നൽകുന്ന ഒരു ചിന്ത. അതിനൊരു സാർവ ലൗകികതയുണ്ട്.
സാർവജനീനതയുണ്ട്. എന്താണത്? അവിടെ ആർക്കും വരാം. ആട്ടിടയനും വരാം, അവിടെ പശുക്കിടാങ്ങൾക്കും വരാം, അവിടെ മാലാഖമാർക്ക് വരാം, അവിടെ നക്ഷത്രങ്ങൾക്ക് വരാം, അവിടെ ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് വരാം. ഇപ്പോൾ നമ്മളിവിടെ എക്യുമെനിക്കൽ ഒരു കൊൺസേർട്ടും കരോൾ ഗാന മത്സരങ്ങളും വെക്കുമ്പോൾ എല്ലാവർക്കും വരാവുന്ന ഒരിടമായിട്ടാണ് ഈ ഫംഗ്ഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. കർഷോൺ TV അല്ലേ? എല്ലാവർക്കും വരാൻ ഒരിടമാണ്. അതാണ് ക്രിസ്മസ്. യേശുവിനെ കാണാൻ രാജാക്കന്മാർ വരുന്നു, മിന്നാമിനുങ്ങൾ വരുന്നു, നക്ഷത്രങ്ങൾ വരുന്നു, മാലാഖമാർ വരുന്നു, ആട്ടിടയന്മാർ വരുന്നു. അവിടെ പശു തൊഴുത്താണ്. യൗസേപ്പും മറിയവും അവിടെ ഉണ്ട്. അപ്പോൾ ഒരു യൂണിവേഴ്സൽ പ്രസൻസ് ആണ്. യൂണിവേഴ്സൽ സ്നേഹത്തിൻ്റെ ഒരു കൂടിവരവാണ് ക്രിസ്മസ്. എവിടെ സ്നേഹമുണ്ടോ അവിടെ ക്രിസ്മസ് ആണ്. ഏത് ഭവനത്തിൽ സ്നേഹമുണ്ടോ അവിടെ സന്തോഷത്തിൻ്റെ ക്രിസ്മസ്, അവിടെ ക്രിസ്തു ഉണ്ട്. അതാണ് ക്രിസ്മസിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട അർത്ഥം. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ചിന്ത അവസാനിപ്പിക്കാം. യേശുക്രിസ്തു പറഞ്ഞു, ഈ പാവങ്ങളിൽ നിങ്ങൾ ഒരാൾക്ക് ചെയ്യുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. എന്നെപ്പോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കണം, ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ഇതൊക്കെ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുള്ള വചനങ്ങളാണ്. ഈ വചനങ്ങളുടെ വെളിച്ചം വെച്ച് നമ്മൾ ക്രിസ്മസിനെ ഒന്ന് അളന്നു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്താണ്? യഥാർത്ഥ ക്രിസ്മസ് എന്ന് പറയുന്നത് അപരനിലേക്ക്, പാവങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ്. പാവപ്പെട്ട മനുഷ്യരില്, രോഗികളില്, ബുദ്ധിമുട്ടുന്നവരില്, ഭവനമില്ലാത്തവരില്, മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരിൽ ദൈവത്തെ കാണാനും അവരെ സ്നേഹിക്കാനുമൊക്കെ നമുക്ക് സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പേരാണ് ക്രിസ്മസ്. നമ്മുടെ സ്നേഹം പങ്കുവെക്കപ്പെടാനാ ദൈവം തന്നത്. സ്വർഗീയ സ്നേഹം, ദൈവസ്നേഹം അവിടുന്ന് പങ്കുവെച്ചതാണ് ക്രിസ്മസ്. അവിടുന്ന് പുത്രനെ പങ്കുവെച്ച് നമുക്ക് നൽകി. ഇനി നാമും നമുക്ക് കിട്ടിയ ഈ സ്വർഗീയ സൗഭാഗ്യം, ദൈവിക സ്നേഹം പങ്കുവയ്ക്കണം. എന്തുകൊണ്ട്? അതാണ് ചോദ്യം. എന്തെന്നാൽ അവിടുന്ന് ഏറ്റവും പാവപ്പെട്ടവനായിട്ടാണ് ജനിച്ചത്. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായിട്ടാണ് ജനിച്ചത്. ഇതിൽ കൂടുതൽ ഒരു മനുഷ്യർക്കും താഴാൻ കഴിയില്ല. അത്രമാത്രം താഴ്ന്ന തരത്തിൽ അവിടുന്ന് ജനിച്ചു, വളരെ ലാളിത്യത്തിൽ ജീവിച്ചു. അവിടുത്തെ അന്ത്യവും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ പാവപ്പെട്ടവരുടെ മുഖമാണ് പുൽക്കൂട്ടിലെ ശിശുവിൻ്റേത്. ബലഹീനരായ മനുഷ്യരുടെ ഒരു മുഖമാണ് പുൽക്കൂട്ടിലെ ശിശുവിനുള്ളത്. തളർന്നു നിൽക്കുന്നവരുടെ ഒരു മുഖമാണ് അവിടത്തേക്കുള്ളത്. അപ്പോൾ ഇപ്രകാരം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ സ്നേഹവലയത്തിൽ തകർന്നു നിൽക്കുന്നവരുണ്ട്, തളർന്നു നിൽക്കുന്നവരുണ്ട്, മറ്റ് പല വിഷയങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, സാമ്പത്തികമായി പരാജയം അനുഭവിക്കുന്നവരുണ്ട്, ജോലി മേഖലയിൽ തകർക്കപ്പെട്ടവരുണ്ട്. അങ്ങനെ നിൽക്കുന്നവരിലേക്ക് ഈ 2025 ക്രിസ്മസിന് ഇറങ്ങിച്ചെല്ലാൻ കഴിയുമെങ്കിൽ ഒരു വാക്കായി, ഒരു നോക്കായി, ഒരു ചെറിയ സഹായമായി, ഒരു ഗിഫ്റ്റായി, ഒരു കഷണം കേക്കുമായി, ഒരു നക്ഷത്രമായി എത്താൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് യഥാർത്ഥ ക്രിസ്മസ്. യേശു ആഗ്രഹിക്കുന്ന ക്രിസ്മസ് അതാണ്. നമ്മളൊക്കെ മറ്റ് പല ആഘോഷങ്ങളെ ലക്ഷ്യം വയ്ക്കുമ്പോൾ സ്വർഗം ആഗ്രഹിക്കുന്ന ക്രിസ്മസ്, പാവപ്പെട്ടവനിലേക്ക് നിന്റെ കണ്ണ് പായണം, നിന്റെ ദൃഷ്ടി ചെല്ലണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദരിദ്രരിൽ ദരിദ്രനായി പിറന്ന അവൻ നമ്മോട് പറയുന്നു, നീ മറ്റുള്ളവരിലേക്ക് നിന്റെ കണ്ണും ഹൃദയവും ഒക്കെ എത്തിക്കണം. പ്രിയപ്പെട്ടവരെ, നക്ഷത്രം എന്ന് പറയുന്നത് ഒരു തിളക്കമാണ്, ഒരു വെളിച്ചമാണ്. ഈ നക്ഷത്രം എന്താ ചെയ്തത്? വഴികാട്ടിയായി. ജ്യോതിശാസ്ത്രജ്ഞന്മാരും ആട്ടിടയന്മാർക്കുമൊക്കെ വഴികാട്ടിയായി ബേത്ലഹേമിൽ അവരെ കൊണ്ടുചെന്ന് എത്തിച്ചു. ഓരോ ക്രൈസ്തവൻ
അത് എക്യുമെനിക്കൽ ക്രിസ്മസ് സംഗമമായാലും അവർ സ്റ്റാർസ് ആകണം, നക്ഷത്രങ്ങളാകണം. മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക്, വിശ്വാസത്തിലേക്ക്, സ്നേഹത്തിലേക്ക് എത്തിക്കുന്ന നിറദീപങ്ങളാകാൻ നമുക്ക് കഴിയണം. അതാണ് ക്രിസ്മസ്. മറ്റുള്ളവരെ അന്ധകാരത്തിലേക്ക് നയിക്കുകയല്ല. യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് പോലെ ഒരു പ്രകാശം കണ്ടു, രക്ഷയുടെ പ്രകാശം. ആ പ്രകാശം നാം ആയിരിക്കണം. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, യേശു പറഞ്ഞില്ലേ? ആ പ്രകാശത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും. ആ പ്രകാശം വഴി അനേകര് രക്ഷയുടെ ആ സ്വർഗീയ അനുഭവത്തിലേക്ക് എത്താൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം ഈ സംരംഭത്തെ വിജയിപ്പിക്കട്ടെ. ജോമോനും അതുപോലെ സംഘാടകരുമൊക്കെ ചേർന്ന് യേശുവിൻ്റെ ഈ ദൂത് അനേകരുടെ കാതുകളിൽ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാദൃച്ഛികമായിട്ടാണ് എന്നെ വിളിച്ചതിൽ വലിയ സന്തോഷം. നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹീതമായ, സന്തോഷം നിറഞ്ഞ, അവരിലേക്ക് നമ്മുടെ ഹൃദയവും മനസ്സും എത്തുന്ന ഒരാത്മീയത നിറച്ച, ഒരു പ്രകാശം നിറച്ച, നക്ഷത്ര ശോഭയുള്ള ക്രിസ്മസ് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.